അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഇപ്പോൾ നമ്മളൊരു ടേണിംഗ് പോയിൻ്റിലാണ്, ഒരു ഘട്ടത്തിലേക്കാണ്. ഇനിയും നമ്മൾ ഇതേ നിലയിൽ തൂർച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ തുടർച്ച അടുത്ത വർഷം ഉണ്ടാവും. എൽ നിനോ പ്രതിഭാസം എന്താണെന്ന് പത്രത്തിലൊക്കെ എന്നെ കൂടുതൽ അറിയാവുന്ന കുറേ പേരെങ്കിലും ഇവിടെ കാണും. അത് അടുത്ത വർഷം ചിലപ്പം 5 വർഷം വരെയും ഈ എൽ നിനോ പ്രതിഭാസം നിലനിന്നാൽ നമ്മുടെ മഴ കുറയും. ചിലപ്പോൾ 1 വർഷം കൂടെ കാണുള്ളൂ. അത് കാലാവസ്ഥാ വ്യതിയാനത്തെ അത്ര കണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് പ്രവചിക്കാൻ പറ്റുമോ? പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്, ഉഷ്ണവ്യതിയാനത്തിനൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പം നമ്മളത് വന്നാലും അതിനെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാണ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശം. ഞങ്ങളിവിടെ ചുമ്മാ ഒരു ചെറിയ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇത് ടെക്നോളജി ജനങ്ങളിലേക്ക് കൊടുക്കലാണ്. അപ്പോൾ അത് ഇതെല്ലാം ആക്രിക്കടന്ന് മേടിച്ച സാധനങ്ങളാണ്. ഈ അനർട്ട് കൊടുത്തിൻ്റെ സോളാർ പാനലിൻ്റെ ആക്രി പാനൽ, അത് UPS നിന്ന് പോയ ബാറ്ററി, AS ആ ബൾബ് വെറുതെ LED ബൾബ് കത്തിക്കേണ്ട, ചാർജ് കൺട്രോളില്ല, യാതൊന്നുമില്ലാതെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വലിച്ചെറിയുന്ന പല വസ്തുക്കളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റില്ലേ? അതല്ലേ ശ്രീബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചത്? ശിഷ്യന് വസ്ത്രം മേടിച്ച് കൊടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ചരിത്രം നമുക്കൊരു അവസാനം നെയ്ത്തിരിയായിട്ട് കത്തിച്ച് അത് കത്തിത്തീരുന്നിടം വരെ 3-4 സ്റ്റേജിൽ അത് റീയൂസ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം 3 കാര്യങ്ങളാണ്: റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, അല്ലേ? ഈ 3 കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. മറ്റൊരാളല്ല ചെയ്യേണ്ടത്, നമ്മളാണ്. അതാണ് നമുക്ക് വലിച്ചെറിയുന്ന പലതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. അതും നമ്മളിതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റാർക്കും നമ്മളെ സഹായിക്കാനില്ല, ഇതിൻ്റെ അകത്ത് ഇത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് വരാം. അറിയാമെങ്കിൽ കുറേ പേർക്കെങ്കിലും അറിഞ്ഞ് വിശ്വസിച്ചു. വൈദ്യുതിയുടെ ഒരു പ്രത്യേകത, ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ച് വെക്കാനാവില്ല. എങ്ങനെ ശേഖരിച്ച് വെക്കാൻ പറ്റും? വളരെ പരിമിതമായ തോതിൽ രാസരൂപത്തിൽ ബാറ്ററികൾ ശേഖരിച്ച് വെക്കാം. അതാണ് ആദ്യത്തെ സവിശേഷത. ഉപഭോക്താക്കൾ ഓരോ ഉപകരണങ്ങളും ഓണാക്കുമ്പോൾ മാത്രം അതിനൂടെ വേണ്ട വൈദ്യുതി പവർ ഹൗസിൽ അപ്പോൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അത് ആർക്കെങ്കിലും ഇങ്ങനൊരു അറിവ് കിട്ടിയിട്ടുണ്ടോ? കുറവാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച്, അത് ആരെയും കുഴപ്പമല്ല, പവർ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളൊരു ലൈറ്റ് ഓണാക്കുമ്പോഴോ ഫാൻ ഓണാക്കുമ്പോഴോ എങ്ങനെയാണ് ഈ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ച് അറിയുന്നത്? ഇന്ത്യയിലെ വൈദ്യുതി വിതരണ സംവിധാനം മുഴുവനും ഒരൊറ്റ ശൃംഖലയായിട്ട് കിടക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇനി പഴയ പോലെ ഇപ്പം പറയാം, ചിലപ്പോൾ പത്രത്തിൽ കാണാൻ വേണ്ടേ, ഡൽഹിയിൽ നിന്ന് ഇന്ന സീസണിലേക്ക് ഇത്ര മെഗാവാട്ട് വൈദ്യുതി തരാം. ഡൽഹിയിൽ കറണ്ട് ഇവിടെ പോസ്റ്റ് കൊണ്ട് തരുന്നതാണോ? പക്ഷേ ഇതെല്ലാം കൂടെ ഒരു ശൃംഖലയായിട്ട് കൊടുക്കും. അതൊരു ബുക്ക് അഡ്ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇത്ര യൂണിറ്റ് തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തമിഴ്നാടുകാർ നമുക്ക് ഇങ്ങോട്ട് ഇത്ര തരും. അപ്പോൾ തമിഴ്നാടുകാർ വേറൊരു അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഇതെല്ലാം ഒരു ശൃംഖലയാണ്. അപ്പോൾ ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ 4-5 ദിവസത്തേക്ക് ഇന്ത്യ മുഴുവൻ ഇരട്ടത്താണ്. പിന്നെ അത് പഴയ സ്ഥിതിയിൽ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമല്ല. കാരണം ഇത് ലൈൻ ഓഫ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആൾ പോവും, ഉപകരണം എല്ലാം കത്തിക്കരിഞ്ഞ് പോകും. അപ്പോൾ ഇതൊരു വളരെ സങ്കീർണമായ മേഖലയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ പങ്കെടുത്തണം. അപ്പം പവർ ഹൗസിൽ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊർജ്ജത്തെക്കുറിച്ചുള്ള സയൻസാണ്. ഇത് ഫിസിക്സാണ്. പ്രപഞ്ചത്തിലെ ഊർജ്ജം സ്ഥിരമാണ്, മാറ്റമില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രൂപത്തിൽ നിന്നുള്ള മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റം മാത്രമാണ് പ്രകൃതി നടക്കുക. അതാണ് പ്രപഞ്ചത്തിലെ ഊർജ്ജം സ്ഥിരമാണെന്ന് ശാസ്ത്രം പറയുന്നത്. പിന്നെ ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം സൂര്യനാണ്. സൂര്യനിലെ നമ്മളില്ല, ഉണ്ടോ? എല്ലാം തീർന്നു. അപ്പോൾ സൂര്യനാണ്. ആ സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജത്തെ പല രൂപത്തിൽ കിട്ടുമ്പോൾ നമുക്ക് പല രൂപത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുന്നു. വൈദ്യുതിയുടെ പ്രത്യേകത എന്താണ്? ഉൽപ്പാദന സ്ഥലത്ത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു, ഉപഭോക്താവിനാണ്. ഉൽപ്പാദന സ്ഥലത്തു നിന്ന് ഉപഭോക്താവിന് വൈദ്യുതി എത്തിക്കാൻ വേണ്ട സമയം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് വൈദ്യുതിയുടെ പ്രവാഹം. വെളിച്ചത്തിൻ്റെ അതേ വേഗതയാണ്. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അത്ര വേഗതയിൽ ഇത് സഞ്ചരിക്കുന്നു. പിന്നെന്താ, ഒരു രൂപത്തിൽ കിട്ടുന്ന വൈദ്യുതിയെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഓരോരോ സ്വിച്ച്, ഇവിടെ ഈ സ്വിച്ച് ബോർഡിൽ ഇരുന്നപ്പം ഒന്ന് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്തു, മറ്റേത് മൈക്ക് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ വീടുകളിലാണെങ്കിൽ ഇതില്ലാതിരിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നമുക്ക് വൈദ്യുതി പ്രവഹിക്കാൻ പറ്റുന്നത്? ഒന്നിലും നമുക്ക് മുന്നോട്ട് തങ്ങല. ഇപ്പോൾ സ്ത്രീകൾക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ മുടി ആദ്യം ചുരുട്ടാൻ വേണ്ടി ഹീറ്ററൊക്കെ വെച്ച് ചുരുട്ടുമായിരുന്നു. ഇപ്പോൾ ചുരുട്ടൊക്കെ നിർപ്പം നേരെയാക്കണം. ഈ നമ്മുടെ മുരിങ്ങക്കാ പോലെ ഇതിൻ്റെ പേര് സ്ട്രെയിറ്റൻ അല്ലേ? അതിനും ഇത് വേണം. രൂപ 10,000 അല്ലേ? അങ്ങനെയുള്ള ഫീസ്. ഇതെല്ലാം ചെയ്യണമെങ്കിലും നമുക്ക് കറണ്ട് വേണം.
എന്തിനേറെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന 9 മില്ലി വോൾട്ടിലാണ് നമ്മുടെ ഹൃദയമെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതങ്ങനെ നമ്മൾ പഠിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇങ്ങനൊരു പൊതു അറിവ് വേണം. ഇതാണ് കുറച്ച് ഘട്ടമായെങ്കിലും ഈ ഒരു അടുത്ത വർഷം 2024 25 വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇങ്ങനൊരു മിനിമം 1 മണിക്കൂർ നേരത്തെ സമയം ആരെങ്കിലും ഷാജഹാനെ പോലുള്ള ഇറങ്ങണം, ഒരു സോൾജിയർ ആവണം. പറ്റണം. നമ്മളിവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം കാണുന്നു, സദ്യയാണ്. ഇന്നലെ ഇവിടെ ഒരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു, സംസ്ഥാനം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൻ 16,000 അടി ഉയരത്തിലുള്ള മഞ്ഞ് മലകളിലാണ് അല്ലേ. നമ്മളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നോക്കും. നമ്മൾ ആരെങ്കിലും അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എന്താ ചിന്തിക്കാതെ? ഒരു സെക്കൻഡെങ്കിലും ഒരവസരത്തിലെങ്കിലും നമ്മൾ ജവാൻ വെടിയേറ്റ് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കഷ്ടമായിപ്പോയി. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു 2 കുപ്പി കൊണ്ട തരുമായിരുന്നു മുൻപ് അല്ലേ. ഇവിടാണ് നമ്മുടെ രാജ്യസ്നേഹം നിൽക്കുന്നത്. അതൊന്നും മാറ്റണ്ടേ? നമ്മളിൽ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഉൽപ്പാദിപ്പിച്ച് ശേഖരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വൈദ്യുതി ലാഭിക്കുന്നത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മഹത്തരം എന്ന് പറയുന്നത്. എനർജി സേവ്ഡ് ഈസ് ബെറ്റർ ദാൻ എനർജി ജനറേറ്റഡ്, അല്ലെ ഇലക്ട്രിസിറ്റി സേവ്ഡ് ഈസ് ബെറ്റർ ദാൻ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ഓരോ ചെറിയ പവർ ഹൗസുകളാകാനുള്ള സംരംഭം ഇന്ന് വൈകുന്നേരം വരെ നിങ്ങളുടെ കുടുംബമാണിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ ലഘുലേഖ തരുന്നുണ്ട്, KCBയുടെ ലഘുലേഖ തരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശീലിക്കണം. ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് താമസിച്ചത്. ഇന്നലെ അവിടെ KCBയുടെ IB ഉണ്ട്, അവിടെ താമസിച്ചു. രാവിലെ വന്നപ്പം 7 മണിയായിട്ട് ലൈറ്റ് ഓഫ് ആയിട്ടില്ല. IBയിലാണ്. ഇത് ഞങ്ങൾ ഇന്ന ആവശ്യം വന്നാണ്, എന്താ ലൈറ്റ് കെടുത്താൽ ഒരാധിക. അപ്പം KCBയുടെ IBയിൽ താമസിക്കുന്ന വേറെ ആരും താമസിക്കുമല്ലോ, KCBക്കാരും താമസിക്കുള്ളൂ. എന്താ ഓഫാക്കാത്തത്? ഉടനെ പോയി ഓഫാക്കി. അതെന്താ? ചോദിക്കാനും പറയാനും ഒരാൾ നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യത്തിലുമാണ്. അത് KCBയുടെ മാത്രം കുറ്റം പറയാം. അതിൻ്റെ നേരെ എതിർവശമുള്ള അമ്മൻകോവിൽ, അവിടെ ലൈറ്റ് മുഴുവൻ കത്തിക്കിടക്കുക, വഴിവിളക്ക് മുഴുവൻ കത്തിക്കിടക്കുക. ഇന്നലെ ഞങ്ങൾ പോരുമ്പോൾ രാവിലെ 7:30 വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേക്ക് ഇവിടെ എത്തുന്നിടം വരെ 100 കണക്കിന് ലൈറ്റുകൾ വഴിവിളക്കുന്നു. ആരാണ് ഉത്തരവാദി? ഇപ്പോൾ KCBയോട് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾ 2011 മുതൽ എല്ലാം പഞ്ചായത്തിനെ അങ്ങ് ഏൽപ്പിച്ചു, കൈ കഴുകി അല്ലേ, പീലാത്തോസ് കൈ കഴുകുകൾ കഴിയും. പഞ്ചായത്തോട് അത് ഞങ്ങൾക്കറിയത്തില്ല. ഞാൻ ജില്ലാ പഞ്ചായത്തിലെ ഇലക്ട്രിക്കൽ വിഭാഗം ടെക്നിക്കൽ ഗ്രൂപ്പ് മെമ്പറാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ജില്ല മുഴുവൻ സഞ്ചരിക്കേണ്ട 3 AIമാരിൽ ഒരാളാണ്, ഒരു വനിതയാണ്. അവർ പോലെ ഞാൻ 2 നാട് ആ ജില്ല മുഴുവൻ കറങ്ങണം. തൊഴിൽ എന്ന സ്ഥലത്തു നിന്ന് മറയൂർ എന്ന സ്ഥലത്തേക്ക് പോകാൻ 150 കിലോമീറ്റർ വൺ സൈഡാണ്. പോയാൽ അന്ന് വരാൻ പറ്റില്ല, കാറും കൊണ്ട് പോകാൻ പറ്റില്ല. ബസ്സിന് പോയി കഴിഞ്ഞാൽ അന്നവിടെ ലോഡ്ജ് കിടക്കാം. പക്ഷേ അവിടെ കിട്ടുന്നത് എന്താ? ഞങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് 2,000 രൂപ ഓണറേറിയം, എൻ്റെ ഒരു വീതം. പക്ഷെ ആരും പോകാനില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പ്രായം കുറേ ആയി, അന്നേരം ആരെങ്കിലും വേണ്ടേ? ഒരു കോൺട്രാക്ട് ഇന്നലെ രാവിലെ ഞാൻ വരുമ്പോൾ 2 പേര് കോൺട്രാക്ട് വീട്ടിൽ വന്നൊക്കെ മാർച്ച് 30 മുമ്പ് പൈസ ഉണ്ടെന്ന് പറഞ്ഞു, മാറിക്കിട്ടണം. അപ്പോൾ ഞാൻ പറയും എനിക്ക് പാലക്കാടിന് പോകണം, താൻ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 പേരുടെ മുഖമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ. അതല്ലേ തത്വമസി പറയുന്നത്. 2 പേരാണ് മുഖമാണ് കാണുന്നതാണ്. അപ്പോൾ അവൻ ആരോടൊക്കെയോ ഭാര്യയുടെ മാല പണയം വെച്ചോ ഒക്കെ ഉണ്ടാക്കിയ പൈസയ്ക്ക് ഞാനവിടെ ദുർവാശി പിടിക്കാം. പല പ്രാവശ്യം അവർ പറഞ്ഞാണ് ഇത്രാം തീയതി പാലക്കാടിന് പോകും, അതിനിപ്പോൾ നേരത്തെ പറഞ്ഞു വന്നില്ല. പക്ഷേ 6 മണി മുതൽ 7 മണി വരെ 2-3 കോൺട്രാക്ടർമാർ ഒരു 10-30 ബില്ല് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. കാരണം അവനെ ഞാൻ കാണുന്നത്. ഇവിടെ പാലക്കാട് ഇന്ന് വന്നും പരിപാടി എടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടുകൂടി എല്ലാവരും ചിന്തിക്കണം ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു 5 വർഷത്തേക്ക് കേരളത്തിൽ ഒരു പുതിയ വൻകിട ജലവൈദ്യുതി പദ്ധതി തീരാനില്ല. ഓർത്തോണം, 5 വർഷത്തേക്ക് ഒന്നും തീരാനില്ല. പുറമേ കിട്ടാനുള്ള അദാനി മാത്രമേ കോട്ടിയുള്ളൂ. 13 രൂപ ഒരു യൂണിറ്റിന്, 18 മുകളിലാണ്. എവിടെ നിന്ന് കിട്ടും? അപ്പോൾ അവിടെ നമ്മൾ അനന്തമായി എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം വരുമ്പോൾ അതിന് മുമ്പ് ദൈവത്തെ ഒന്നും കാണാറില്ല. ദൈവമേ രക്ഷിക്കണമെന്ന് കീഴ്പോട്ടല്ല ആണോ, ദൈവമേ രക്ഷിക്കണമെന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്, അങ്ങനെയല്ലേ? അപ്പോൾ ദൈവം നോക്കിയാൽ മതി, സോളാർ അവിടെ ഉണ്ട്. നമ്മളെ രക്ഷിക്കാൻ ദൈവം അവിടെ ഉണ്ട്, സൂര്യൻ്റെ രൂപത്തിൽ അവിടെ ദൈവമുണ്ട്. എന്തുകൊണ്ടത് മാറിക്കൂടാ? നമ്മൾ മാറിക്കൂടാ? എത്രയോ ലക്ഷം രൂപ കാറ് വാങ്ങാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നു, ഓരോ പരിപാടിക്ക് വേണ്ടി തുടങ്ങി. ഒരു ചെറിയ ശതമാനം തുക, കൂടുതലൊന്നുമില്ല, ഒരു 80,000 രൂപ മാറ്റി വെച്ചാൽ 1 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ. ഇപ്പം ഈ അതിൻ്റെ നെറ്റ് മീറ്ററിങ്ങായിട്ട് കുറേ തർക്കമൊക്കെ ഉണ്ട്, അതിനോട് ഞാൻ കടക്കുന്നില്ല. ഓൺ ഗ്രിഡ് വേണ്ട, ഓഫ് ഗ്രിഡ് 1 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.5 യൂണിറ്റ് വൈദ്യുതി ബാറ്ററിയെ ശേഖരിക്കും. അപ്പോൾ പകലും നമുക്ക് ലൈറ്റും ഫാനും എല്ലാം ഇത് ഉപയോഗിക്കാം. ബാറ്ററി 5 മണിക്കൂർ സമയം കൊണ്ട് ഫുൾ ചാർജ് ആകാനാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു, കൃത്യം എനിക്കറിയില്ല.
അപ്പോൾ ഈ പകൽ സമയത്ത് ലൈറ്റും ഫാനും എല്ലാം ഈ 2.5 യൂണിറ്റേ പോവുകയല്ലേ, ആ 2.5 യൂണിറ്റ് 1 യൂണിറ്റേ പോവുകയല്ലേ. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മനസ്സില്ല. നമുക്ക് മനസ്സാണ് വേണ്ടത്. ആ മനസ്സുണ്ടാക്കാനുള്ള നിങ്ങൾക്കൂടെ മാത്രമേ ശക്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാനൊരു വേണ്ട, ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ച് വെക്കാനാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ ആവശ്യമുണ്ടാൽ മാത്രം ലൈറ്റും ഫാനും ഓണാക്കുന്ന ഒരു സംസ്കാരമാക്കി മാറ്റുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ പേരെങ്കിലും ശ്രദ്ധിയാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിലിരിക്കുന്ന നമ്മളുടെ വീടുകളിലിരിക്കുന്ന ആ ഒരു പച്ച വെളിച്ചമുള്ള മീറ്ററുണ്ട്. അത് TOD മീറ്ററാണ്, ടൈം ഓഫ് ദ ഡേ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ. ടൈം ഓഫ് ദ ഡേ, രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ എടുക്കുന്നതിന് നോർമൽ ടൈമെന്നും, വൈകുന്നേരം 6 മുതൽ 10 മണി വരെ എടുക്കുന്നതിന് പീക്ക് അവർ എന്നും, രാത്രി 10 മുതൽ പുലർച്ചെ 6 മണിക്കിനും ഓഫ് പീക്ക് എന്നും. ഇതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം HT കൺസ്യൂമർ എത്ര പേര് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പലരോടും പറഞ്ഞു, നിങ്ങൾ 6 മുതൽ 10 വരെയുള്ള പീക്ക് അവറിനുള്ള ഉപയോഗം എന്തെല്ലാം രീതി കുറയ്ക്കാവും, അതെല്ലാം കുറച്ചിട്ട് പമ്പിങ്ങൊക്കെ രാത്രി 10 മണിക്കാക്കുക, ശേഷമാക്കുക. TOD ബില്ലിങ് വന്നാൽ നമ്മുടെ ഈ പ്രശ്നം തീരും. അതാണ് ഞാൻ 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഉപയോഗിക്കാമെന്ന് ദേവാലയങ്ങളിൽ പറഞ്ഞപ്പോൾ ജനങ്ങളോട് ഞാൻ കാര്യം പറയുക ചെയ്തത്. അല്ലാതെ ബോർഡിന് വേണ്ടി ന്യായീകരിക്കുക, നിങ്ങൾ അവരെ കുറ്റം പറയില്ല. നിങ്ങൾ ചെയ്യണം, നമ്മുടെ നാടിനെ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന 8,000-ഓളം കൺസ്യൂമർ സഹകരിച്ചു. ഇതാണ് അതിൻ്റെ നമ്മുടെ കണക്ക്. 58 പോയിൻറ്റ് 2 മാസം മുമ്പ് കെട്ടിയ കണക്കാണ്. 58.4% മാത്രമേ താപനില എത്തുന്നുള്ളൂ. കൽക്കരി, പ്രകൃതിവാതകം, ലിഗ്നൈറ്റൊക്കെയാണ്. പിന്നെ 30% പാരമ്പര്യത്താണ്. 2030 ആകുമ്പോഴത്തേക്കും ഈ 30 എന്നുള്ളത് 50% ആക്കും. അതിൻ്റെ അർത്ഥം പുതിയ താപനിലയങ്ങൾക്ക് അനുവാദം കൊടുക്കില്ല എന്ന്. കൽക്കരി നിലയങ്ങൾക്കോ സൈലൻറ്റ് വാലി ഉള്ളത് മരമിടിച്ച് അവിടെ താപനിലയം പണിയാൻ ഇന്ത്യ ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നതിൻ്റെ സൂചനയാണ് അത്. ഇതാണൊരു പ്രധാനപ്പെട്ട ഒരു ചിത്രമാണിത്. ഇത് നെറ്റിലൊക്കെ നോക്കിയിട്ട്, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, സോമൻ നോക്കിയിട്ട് ഇങ്ങനെ പടമില്ല. ഇതൊരു ഉപകരണമാണ്. ഇപ്പോൾ അവിടെ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഈ ഉപകരണമുണ്ട്. ഗവർണർ എന്നാണ് അതിൻ്റെ ഉപകരണത്തിൻ്റെ പേര്. അപ്പം നമ്മൾ ഒരു ലൈറ്റ് ഓണാക്കുമ്പോൾ പവർ ഹൗസിൽ അതിനൂടെ വേണ്ട വൈദ്യുതി അപ്പോൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കും. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ അധിക ഉൽപ്പാദനം ആ സെക്കൻഡ് തന്നെ നിൽക്കും. നമ്മൾ ഓഫ് ചെയ്ത് ആ സെക്കൻഡ് തന്നെ അത് കുറഞ്ഞു കഴിഞ്ഞു. അത് പവർ സ്റ്റേഷൻ ജോലി തീർക്കണം. അതിനാണ് ഓരോ പവർ ഹൗസ്, ഓരോ ജനറേറ്ററോടും അനുബന്ധിച്ച് നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ പോലെ സ്പീഡ് കൂട്ടുന്ന പോലെ അത് ഓട്ടോമാറ്റിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടുന്നതിനെ കുറയ്ക്കാൻ ചെയ്യുന്ന പോലെ ഒരു ഉപകരണമുണ്ട്, ഗവർണർ എന്ന് പറയും. ഇത് ആദ്യകാലത്ത് ഇറങ്ങിയ ഗവർണർ എന്നുള്ള ഉപകരണമാണ്. ഇപ്പോൾ ഈ സാധനമില്ല, ആർക്കും കാണാൻ പറ്റത്തില്ല. ഞാനൊക്കെ ജോലി ചെയ്ത് പഴയ പവർ ഹൗസിലായിരുന്നുകൊണ്ട് ഇതാണ് ഗവർണർ. അത് വളരെ ഒരു ചെറിയ തത്വമാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അഥവാ അപകേന്ദ്ര ബലം. ഇപ്പോൾ ഇതൊരു ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണമാണ്. ഞാനൊന്ന് വേഗതയിൽ കറക്കുന്നു. നല്ല വേഗതയിൽ കറക്കുമ്പം ഇത് തിരശ്ചീനമായിട്ട് നിൽക്കുന്നു, ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നു അല്ലേ. വേഗത കുറയുമ്പം ഇത് താഴ്ന്നു വരുന്നു. ഈ വേഗത കുറയുന്നതായിട്ട് താഴ്ന്നു വരുമ്പോഴത്തേക്കും വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു കൊടുക്കണം. ഈ വാൽവ്, വെള്ളം വരുന്ന വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ലോകത്ത് പവർ ഹൗസ് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ കാലഘട്ടം മുതലുള്ളതാണ്. പക്ഷേ ഇത് ജനങ്ങളിലെത്തിയിട്ടില്ല. അതാണ് നമ്മുടെ. അപ്പം നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ അവിടെ ഉൽപ്പാദനം നടക്കില്ല. ഡാമിലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോക്കണം, അല്ല കൽക്കരിപ്പാടത്ത് അവിടെ കൽക്കരി അവിടെ കിടന്നോളും. ഇത് നമ്മുടെ ആദ്യത്തെ ന്യായപ്രമാണം. നമുക്ക് പറയാവുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യം തോന്നാൻ മാത്രം ലൈറ്റും ഫാനും മറ്റു ഉപകരണങ്ങളും പ്രവർത്തിക്കുക. ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓഫ് ചെയ്യുക. രണ്ടാമത്തേത് എന്താ, പീക്കിൻ്റെ ഇട്ടു. അപ്പോൾ ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം വരികയാണ്. പെണ്ണുള്ളത് അത് ബ്രൈറ്റ് ആവുന്നില്ല. വരുമ്പോഴത്തേക്ക് നമ്മൾ 10 ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യുമ്പോൾ പഴയ അളവിൽ വെള്ളം വന്നുകൊണ്ടിരുന്നാൽ ഈ ടർബൈൻ്റെ വേഗത കൂടും. അപ്പോൾ ടർബൈൻ എപ്പോഴും ഡിസൈൻ ചെയ്തേക്കുന്ന ഓരോ കമ്പനിക്കാരൻ ഡിസൈൻ ചെയ്തേക്കുന്ന നിശ്ചിത RPM. ഇപ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ ആ മെഷീൻ കറങ്ങേണ്ടത് 600 RPM. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ചെറിയൊരു ശതമാനം അത് കൂടിക്കഴിഞ്ഞാൽ ഉടനെ മെഷീൻ ഓഫായി പോകും, കുറഞ്ഞാലും മെഷീൻ ഓഫായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പെട്ടെന്നൊരു ആൾ എവിടേക്കും ഒരു വെൽഡിംഗ് സെറ്റ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വലിയ ലൈൻ ഓഫ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അത്രയും ഭാഗത്ത് വൈദ്യുതി കുറയുമ്പോഴത്തേക്കും ഈ വെള്ളം പഴയ അളവിൽ വന്നുകൊണ്ടിരുന്നാൽ അപ്പോൾ തന്നെ ആ ലിമ്പുകൾ 2 കറക്കം കൂടും, വേഗത കൂടുമ്പോൾ അകലും. ഇങ്ങനെ വശങ്ങളിലേക്ക് അകലുമ്പം അടിയിലത്തെ ആ വാൽവ് സ്വല്പം അങ്ങ് പൊങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ അളവിനെ കുറച്ചു. അപ്പോൾ ഈ മനസ്സിലാക്കുക. പിന്നീട് ഒരു പടം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത സമയത്ത് നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞപ്പം 1/2 മിനിറ്റ്
ആ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1/2 മിനിറ്റ് എടുത്തു. പക്ഷേ ഇത് 1 സെക്കൻഡിനുള്ളിൽ തന്നെ തീർന്നു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ കൂടുതൽ ലൈറ്റ് ഓണാക്കുന്നു, അല്ലെ ഫാൻ ഓണാക്കുന്നു, എല്ലാം ആകുമ്പോഴത്തേക്കും കൂടുതൽ ലോഡിങ് കൂടി വരുന്നു. അപ്പോൾ നമ്മുടെ കൈനറ്റിക് ഹോണ്ട ആയിട്ടല്ലേ, ഓട്ടോമാറ്റിക് അല്ലേ ഗിയർ, അതുപോലെ തന്നെ അത് കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് കൂടി കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, അപ്പോൾ ഇതങ്ങ് അടുത്ത് വരുമ്പോഴത്തേക്കും ആ താഴെ കാണുന്ന വാൽവ് കീപ്പോട്ട് താന്നിട്ട് വെള്ളം തുറന്നു കൊടുക്കും. ഇത്രയും ശ്രമിക്കണം. ഈ പ്രോസസ്സ് എല്ലാ പവർ ഹൗസിലും ലോകത്തുള്ള എല്ലാത്തിനും, അത് കൽക്കരി വെള്ളത്തിനാണേലും എല്ലാത്തിനും. പിന്നെ കൽക്കരിക്ക് ഇതിങ്ങനെ കൂട്ടാനും പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും പറ്റുകയില്ല. അപ്പോൾ ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ജലവൈദ്യുത നിലയങ്ങളാണ്. മറ്റ് കൽക്കരി നിലയങ്ങളെപ്പോഴും ബേസ് ലോഡെന്ന് പറയും, അടിസ്ഥാനം. ജലവൈദ്യുത നിലയങ്ങൾ ലോഡ് കൂട്ടാനും കുറയ്ക്കാനും സെക്കൻഡ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. കുറയ്ക്കണേലും ഇങ്ങനെ റെഡ്യൂസ് കൊടുത്താൽ വാൽവ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഓട്ടം. അപ്പോൾ നമുക്ക് ജലവൈദ്യുത നിലയങ്ങൾ നമ്മൾ മറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 600 RPM കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലൈനുമായിട്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ലൈനുമായിട്ട് നമുക്കിത് യോജിപ്പിക്കാൻ പറ്റില്ല. അത് സിങ്കർണൈസ് ചെയ്യാന്ന് പറയും. അതൊരു പവർ ഹൗസിലൊരു വലിയ പ്രക്രിയയാണ്. എക്സ്പെർട്ടുകൾക്കും അല്ലാത്തവർക്കും പറ്റും. ഇതിങ്ങനെ കൂട്ടി വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് മുട്ടിക്കുക. എങ്കിൽ മാത്രമേ ഇന്ത്യയിലെ മറ്റ് ലൈനുകളായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ സിങ്കർണൈസ് ചെയ്യാൻ പറയും. പിന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ട് കുറേ തരികടകളൊക്കെ ഉണ്ട്. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രീക്വൻസി കുറയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകണ വരുമ്പോഴത്തേക്കും നമുക്ക് വടക്കേണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. കർണാടകക്കാർ പഠിച്ച അവരുടെ ഫ്രീക്വൻസി ഞാൻ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, കേരളത്തിലോട്ട് വരാനുള്ള ലൈന് അങ്ങോട്ട് ഒഴുകും, നമുക്ക് കിട്ടിയല്ല. കേരളത്തിൽ വന്നാൽ ആ വൈദ്യുതി അവരെ എടുക്കും. അങ്ങനെ വന്നാൽ അതിനും ഫൈനുണ്ട്. എന്നാലും ഫൈൻ കൊടുത്താലും ഞങ്ങൾക്ക് കറണ്ട് കിട്ടുമല്ലോ. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഫ്രീക്വൻസി ഇത്ര ശതമാനത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് ഫൈനാണ് ഇലക്ട്രിസിറ്റി പോകണം. എന്നാലും വേണ്ടിയില്ല, കിട്ടട്ടെ. അത്ര പ്രായം. ഇപ്പം നമ്മൾ കറണ്ട് പോയി അല്ലേ, എന്തെല്ലാം നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വന്നാലും അതൊക്കെ പിന്നെ മതി, ഇവിടുന്ന് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ഇരുന്നിട്ടുണ്ടേ. അത്ര മർമ്മപ്രധാനമായ വകുപ്പാണെങ്കിലും നമ്മൾ എവിടെയൊക്കെയോ ഏത്തുന്നില്ല, അല്ലെങ്കിൽ ഏശുന്നില്ല. അതെത്തിക്കണം. ഇതാണ് 2. അപ്പം നമ്മൾ ആ ഒരു കാര്യം ആവശ്യം കഴിഞ്ഞാണ് ഓഫ് ചെയ്യുക അല്ല. പിന്നെ ഇവിടെ കാണുന്നത് ഇതൊരു മീറ്ററാണ്, വാട്ട് മീറ്റർ എന്ന് പറയും. അപ്പോൾ കമ്പനികളിലൊക്കെ കിട്ടാറുണ്ട്. ഷാജാനൊക്കെ അറിയാമെങ്കിൽ മെക്കോയുടെ വാട്ട് മീറ്റർ ചെറിയ 1 സെൻറ്റിമീറ്റർ അതിൻ്റെ ഡിസ്പ്ലേ ഉള്ളൂ. അപ്പോൾ അകലെയുള്ള ഓഡിയൻസിന് കാണാമില്ല. പക്ഷേ ഇത് ബോർഡിൽ ഒരു ജീവനക്കാരൻ ഡിസൈൻ ചെയ്തെടുത്ത ആ മീറ്റർ കൊണ്ട് തന്നെ അതിൻ്റെ സർക്യൂട്ട് നോക്കിയിട്ട് പുള്ളി എടുത്തു ഒരാക്കത്തുണ്ട്. ഇതിനകത്ത് ഉടനെ ഇരുട്ടില്ലാത്തതുകൊണ്ട് കാണത്തില്ല. മുകളിൽ 60-ൻ്റെ 5 ബൾബ് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് സ്റ്റഡി ആണെങ്കിൽ അത് 300 വാട്ട്സ് കാണിക്കണം. ഇപ്പം പഠിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ, ആ ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലവാക്കുന്ന കറണ്ടിൻ്റെ വെറും 10% മാത്രമേ വെളിച്ചമാക്കി മാറുന്നുള്ളൂ. ബാക്കി 90% ചൂടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. അത് ഈ ലൈറ്റ് ആയതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ഇരുട്ടാണെങ്കിൽ ഇത് കാണാൻ പറ്റുള്ളൂ. വെളിച്ചമല്ല. ഇതിന് പകരമായിട്ട് നമ്മൾ CFL, കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് 1 യൂണിറ്റ് വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 80% വൈദ്യുതി വെളിച്ചമാക്കി മാറ്റും. ബാക്കി 20% വെളിച്ചമാണ്. പിന്നെയും ശാസ്ത്രജ്ഞന്മാർ വെറുതെ ഇരിക്കുകയല്ല, അവരിതിൻ്റെ പുറകെ എപ്പോഴും നമ്മളവരെ കാണുന്നു പോലും ഇല്ല. കോവിഷീൽഡ് കണ്ടുപിടിച്ച ശാസ്ത്രത്തിൻ്റെ പേര് ഒരു പത്രത്തിൽ ഞാൻ കണ്ടില്ല. ഇത് ഇന്ന ശാസ്ത്രം ഒറ്റയ്ക്കായിരിക്കുകയല്ല, അവരൊന്നുമില്ല. എങ്കിലും നമ്മൾ അനുഭവിക്കുന്നു. ഇതിൻ്റെ അകത്താകുമ്പോഴത്തേക്ക് പിന്നീട് വന്നപ്പോൾ LED ബൾബ്. ഇതിൻ്റെ അകത്ത് ചിലവാക്കുന്ന കറണ്ടിൻ്റെ 90% വെളിച്ചമാക്കി മാറ്റും. ഇതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകം. പിന്നെ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്നു ചോദിച്ചാൽ 60 വാട്ടിൻ്റെ ഒരു ബൾബ് നമ്മൾ ഒരു മണിക്കൂർ സമയം പ്രവർത്തിച്ചാൽ ഡാമിൽ നിന്നും 60 ക്യൂബിക് മീറ്റർ വെള്ളം ഒഴുകും ഈ ടർബൈനെ തിരിക്കാൻ വേണ്ടിയെങ്കിൽ. LED ബൾബാണെങ്കിൽ വെറും 9 ക്യൂബിക് മീറ്റർ വെള്ളമേ ചിലവാളൂ. ബാക്കി 9 വാട്ടിന് ഇട്ടെങ്കിൽ 9 ബാക്കി 51 ക്യൂബിക് മീറ്റർ വെള്ളം നാളത്തെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഡാമിൽ അവശേഷിക്കും. ഇതാണ് നമ്മൾ സാധാരണ. അപ്പം നമ്മൾ ചിലവാക്കണം. നമ്മുടെ ATM കൗണ്ടറിൽ പൈസ ഉണ്ട്, എന്നാൽ രാവിലെയും എടുക്കാം, പിറ്റേ ദിവസം പോയി 1000 രൂപ വെച്ച് കൊടുക്കാം. വേണ്ട, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ATM കൗണ്ടറിലൂടെ കിടന്നോളൂല്ലോ പൈസ, ആ പെട്ടിയിലൂടെ കിടന്നോളൂല്ലോ. ആ ഒരു സംസ്കാരം ഗ്യാസിൻ്റെ കാര്യത്തിലും വൈദ്യുതിയുടെ കാര്യത്തിലും പെട്രോളിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും നമുക്കുണ്ടായേ പറ്റൂ. പിന്നെ ഈ 15 ബൾബുണ്ട്. 15 ബൾബും കൂടെ ചിലവാകുന്നതാണ്ട് 70 വാട്ട്സേ ഉള്ളൂ. മറ്റേ ആ ഒരു ബൾബ് ചിലവാകുന്നത് 60 വാട്ട്സാണ്. പിന്നെ
ഇത് നമ്മളെ ഒരു ശാപമാണ്. സീറോ ബൾബ് എല്ലായിടത്തും ചെന്ന് ചോദിച്ചാൽ സീറോ ബൾബ് ഒരിടത്ത് ചെന്നപ്പോഴത്തേക്കും കാരണം വലിയ കറണ്ടിയാണ്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരനാണ്. എൻ്റെ വീട്ടിൽ ഭയങ്കര കറണ്ടിയാണ്. ഞാൻ പരിശോധിക്കാൻ ചെന്നു. ഒരു പാവപ്പെട്ട ഒരാളാണ്. ചെന്ന് നോക്കി പറഞ്ഞു. ചെന്നപ്പം ഹിന്ദുക്കളാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഈ 3 പേരുടെ മുന്നിലും 15 മുതൽ 25 വാട്ട്സ് വരെ 10 മുതൽ 25 വാട്ട്സ് വരെ എൻ്റെ പൗർണങ്ങൾ കണ്ട. ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ചേട്ടാ, ഈ ദൈവങ്ങൾ നിങ്ങളുടെ വെളിച്ചം വേണ്ട. അവർക്ക് അവർ തരുന്ന വെളിച്ചമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിനെ നിങ്ങൾ വിളക്ക് കാണിക്കണ്ട. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഒരു ബൾബ് ഒരു വൈകുന്നേരം പ്രാർത്ഥന സമയത്ത് മാത്രം ഇട്ടു, ബാക്കി അങ്ങ്. അപ്പോൾ എത്ര 15 മുതൽ 45 യൂണിറ്റ് ആ വ്യക്തിയുടെ ഒരു മാസം പോവുകയാണ്. ബില്ല് കൂടുന്നതിന് ആരോടെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവരുടെ ഒരിക്കൽ കൊടുക്കുന്ന ടെക്നോളജിയാണ്. അതിന് പകരമായിട്ട് ഇപ്പം ഞങ്ങൾ നിരീശ്വരവാദം പ്രചരിപ്പിക്കാനൊന്നും വന്നതല്ല. താഴെ ഫോട്ടോ ലാമ്പ് ഇത് മീറ്ററെ കാണിക്കുകയില്ല. അത് 5 ലൈറ്റും കൂടെ, ഒരു ലൈറ്റ് 2 വാട്ട്സ് താഴെയാണ്. 5 ലൈറ്റും കൂടെ ചേർന്നാലും 1 വാട്ടിലും താഴെയാകുമ്പോൾ മീറ്ററിലും കാണിക്കുകയില്ല. ഇതവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അവരുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് കുറേ തെറ്റായ ചിന്താഗതികൾ കിടപ്പുണ്ട്. അവിടെ നമ്മൾ ശ്രീബുദ്ധൻ്റെ വചനങ്ങൾ സ്വീകരിക്കണം. അല്ലേ? ഗ്രന്ഥങ്ങളിൽ കാണുന്നത് സത്യമാവണമെന്നില്ല. ഗുരുക്കന്മാർ പറഞ്ഞത് സത്യമാവണമെന്നില്ല. പഴമക്കാർ പറഞ്ഞത് സത്യമാവണമെന്നില്ല. നിരവധി ആൾക്കാർ പറഞ്ഞു അതും സത്യമാണെന്നില്ല. കാണുന്ന കാര്യങ്ങൾ കേൾക്കുക, ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് അതിൻ്റെ വിജയം കണ്ടാൽ നമ്മൾ വിശ്വസിക്കുക, പ്രചരിപ്പിക്കുക. അതാണ് ഈ ക്ലാസ്സിൻ്റെ. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഓരോ മാസം ഇപ്പം വീട്ടിലിരിക്കുന്ന എത്ര പേര് അതിൻ്റെ അകത്ത് റീഡിങ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്? ശ്രമിക്കണം. ഷാജഹാനൊക്കെ അതിന് മേനോനൊക്കെ നേതൃത്വം കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. അവിടെ ഇരിക്കുന്ന TOD മീറ്ററാണ്. ടൈം ഓഫ് ദി ഡേ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി എടുക്കുന്ന ഇത്ര യൂണിറ്റും സെപ്പറേറ്റ് കാണിക്കും. അപ്പം നാളെ സർക്കാർ പറയുകയാണ് ഇപ്പം ഒരു 2-3 മാസം കഴിയുമ്പോൾ പാർലമെൻറ്റിൽ അധികാരത്തിൽ ആൾക്കാർ ആര് വന്നാലും ചെയ്യാനൊന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് TOD ബില്ല് എന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ സിന്ദാബാദ് വിളിക്കും, അല്ലേ? പക്ഷെ അവിടെ ഒരു ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പം KC ബോർഡ് ജീവനക്കാർ ഞാൻ ആദ്യം സൂചിപ്പിച്ചു 12,000 പേരേ ഉള്ളൂ. അതിൽ എത്ര പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് ജനങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതി ഊർജ്ജ സാക്ഷരതാ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ അല്ല നഗരത്തിലാണ് ഒരു പ്രദേശത്ത് ഒരു 4-5 ജീവനക്കാർക്ക് ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നതാണ് നിങ്ങളുടെ ബില്ലിങ് തന്നെ ഞങ്ങൾ മേടിച്ചിട്ട് പറയാമെന്നുണ്ട്. എന്താണ് ടെലിസ്കോപ്പ് താരിഫ്, നോൺ ടെലിസ്കോപ്പ് താരിഫ് എന്നൊക്കെ പറയണം. എത്രയോ പേര് പരാതിപ്പെടാറുണ്ട്. ആർക്കും ചോദിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല, അല്ലേ? ഇത്ര ബുദ്ധിമുട്ട്. അത് മേനോനിവിടെ മലയാളത്തിൽ റൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. ഇതെല്ലാം നമ്മൾ ചേർന്ന് കൊടുക്കുമ്പോൾ 50. അതുപോലെ പലരും പറഞ്ഞു സോളാർ. ഇപ്പം ഞങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. സോളാർ വിറ്റാൽ 3 രൂപയ്ക്ക് താഴെ. ഇപ്പോൾ എൻ്റെ അടുത്ത ദിവസം പേപ്പറിൽ കണ്ടു ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്തോ ആക്ഷേപം. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ വിൽക്കേണ്ട. 1 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പാനൽ വെച്ചാൽ 4 യൂണിറ്റ് മൊത്തം കിട്ടും. 2.5 യൂണിറ്റ് വൈദ്യുതി പോകും. അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ പോരെ. അങ്ങനെ വിൽക്കാൻ പാടില്ലേ? ഞങ്ങൾ വിൽക്കുന്നില്ല. ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ സ്വല്പം സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അവിടെ 2 വാഴ വെച്ചു. അടുക്കളയിലെ വേസ്റ്റും ഒക്കെ കൊണ്ടിട്ട് അവിടെ വാഴ വളർന്നു കഴിയുമ്പോഴത്തേക്കും കൊലയായി. 15 കിലോയുടെ കൊല കിട്ടി. ഒന്നും ചെയ്തിട്ടില്ല. വേനൽക്കാലത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു, വേസ്റ്റ് അടുക്കള കൊണ്ടുവരും. അപ്പം നമ്മൾ 15 ഒരു കൊല കിട്ടി, 15 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചോദിക്കേണ്ട കണക്കൂട്ടണം എവിടെയാണ്? കടയിൽ പോയി ചോദിക്കണം 1 കിലോ പഴത്തിന് എത്ര രൂപ വിലയുണ്ട്. അപ്പോൾ ഞാലിപ്പൂവിന് 50 രൂപ വിലയുണ്ടെങ്കിൽ 15 ഗുണം 50 രൂപയുടെ സാധനം നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടി, ഇല്ലേ? ആ രീതിയിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം മാറണം, അല്ലെ അവരെ പഠിപ്പിക്കണം. അവരെല്ലാം നോക്കുന്ന KCBക്ക് ആരും വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വലിയ പ്ലാന്റുകൾ ഇതുപോലെ കണ്ട ഈ മുറ്റം ഇത് കേൾക്കുന്ന ഇതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു 4 സോളാർ പാനൽ വെച്ച് 1 കിലോ വാട്ടിന് ഇപ്പം അത് ഓഫ് ഗ്രിഡോ ഓൺ ഗ്രിഡോ ഇഷ്ടമല്ല വിലക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് സാങ്കേതികവിദ്യ. ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണ നിൽക്കുന്ന സാങ്കേതികം. അതും നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇന്നത്തെ നിലയിലൊന്നും പോവില്ല. ഓരോ വർഷം ചെല്ലുന്നവരും കറണ്ട് ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എത്ര ഞാനൊക്കെ ഹൈ റേഞ്ചിൽ പോയി ജോലി കിട്ടുന്ന കാലത്തൊക്കെ കമ്പിളിപ്പതപ്പാണ് തന്നുകൊണ്ടിരുന്നത്. ക്വാർട്ടേഴ്സിലൊന്നും ഫാനില്ല. ഇപ്പം മാറി. കഴിഞ്ഞ 2 വർഷം വയലെ പോയപ്പോഴത്തേക്കും ഒരു ലോറിയുടെ ബാക്കിൽ മുഴുവൻ എയർ കണ്ടീഷണറാണ്. ഇപ്പോൾ ഇവർക്കൊക്കെ അറിയാം. 4 ലക്ഷത്തോളം AC ഉണ്ട് എന്നാണ് പത്രത്തിൽ കാണുന്നത്. 4 ലക്ഷം AC. ഈ 4 ലക്ഷം AC എൻ്റെ അടുത്ത ദുരന്തം വരുന്നു. വേറെ ഇലക്ട്രിക് കാറ്, അല്ലേ? മേടിക്കുന്നവരൊക്കെ കൊണ്ട് വൈകുന്നേരം കൊണ്ട് വണ്ടി കൂടി 5-7 മണിയാകുമ്പോൾ വേണ്ട നേരെ കറണ്ട് പോയി നേരെ കൊണ്ട് കുത്തും. അറിയുന്നില്ല നമ്മൾ ചെയ്യുന്ന പാഹം. പീക്ക് അവറിന് നമ്മൾ മേടിക്കുന്ന 1 യൂണിറ്റ് കറണ്ടിന് 10 രൂപയാണ് കൊടുക്കുന്നത്.
അതും കിട്ടാനില്ല വരികയാണ്. അപ്പോൾ റെഗുലേറ്ററി നേരത്തെ അത് 18 രൂപ വരെ വന്നു. അന്നേരം ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടു. വിറ്റാലും വാങ്ങിയാലും 1 യൂണിറ്റിൻ്റെ കറണ്ടിന് 10 രൂപ ഈടാക്കാവുള്ളൂ. ഇതല്ലേ പെട്രോളിന് വന്നത്. അങ്ങ് കയറി പോയപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നിർത്തി 106 104 രൂപയിൽ സീൽ ചെയ്തു. അത് എത്ര നാൾ സീൽ ചെയ്യാൻ പറ്റും? അവിടെയും പരിമിതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴത്തേക്കും നമ്മുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു 50% വൈദ്യുതി ഉപയോഗം കുറയ്ക്കാം. ഇതാണ് നമുക്കുള്ള കൊടുക്കുന്നത്. ഇതില്ലാതെ നമ്മൾ മുന്നോട്ട് പോവില്ല. അപ്പോൾ എല്ലാവരെ കൊണ്ടും പരമാവധി ആൾക്കാരെ, ഇപ്പം ഇന്നലെ ഞങ്ങൾ പാലക്കാടിലൊക്കെ എത്രയോ സോളാർ പാനൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടക്കാം. ഒരു 4-10 സ്ഥലം ഞങ്ങൾക്ക് അവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ ഇടുക്കി ജില്ലക്കാർ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ ചൂട് ഇവിടെ കുറവാണ്. വയനാട് ഇടുക്കിക്കും ചൂട്. കാരണം അവിടെ 1 സെൻറ്റ് ഭൂമിയുണ്ട്. ആരെങ്കിലും കൊണ്ട് 2 റബ്ബർ വെക്കും, അല്ല 2 വാഴ വെക്കും. ഇവിടെ മഴ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ ആ വെയിലിനെ മുകളിൽ കൂടെ പോണ ചൂടിനെ താഴെ നമ്മൾ വെക്കുന്ന AC തണുപ്പിക്കാനുള്ള കറണ്ടാക്കി മാറണം. ഒരു ജാലവിദ്യയല്ലേ. അതിനാണ് നമ്മളെ ജനങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പറയുന്ന നഷ്ടമൊന്നും കണക്കല്ല, നമ്മളിത് മുന്നോട്ട് പോവില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിപ്പോൾ ഇതിനകത്ത് പവർ ഹൗസ് മുതൽ പഠനമുറി വരെ. ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഡാമിൽ മഴക്കാലത്ത് വെള്ളം ശേഖരിച്ച് വെക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇത് ഫിസിക്സാണ് കേട്ടോ, ഭൗതിക ശാസ്ത്രം. വെള്ളം ശേഖരിച്ച് വെക്കുമ്പം അവിടെ ഒരു ഊർജ്ജം ഉണ്ടാകുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസുകൾക്ക് കണ്ടാൽ അറിയാം. അവിടെ അതിനെ സ്ഥിതികോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, മർദ്ദം. രണ്ടാമത് അത് പെൻസ്റ്റോക്കിൽ കൂടെ ഒഴുകുന്നു. പെൻസ്റ്റോക്കിൽ കൂടെ ഒഴുകുമ്പോഴത്തേക്കും ആ ഊർജ്ജം മാറി ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജിയായി. അപ്പോൾ ഒഴുക്കുമ്പോൾ ഒരു ശക്തിയാണ്. അത് ക്ലോസ്ഡ് പൈപ്പാണ്. അതിലൂടെ വന്നിട്ട് താഴെ വന്ന് ടർബൈനിൽ തട്ടുമ്പം അവിടെ അത് മെക്കാനിക്കൽ എനർജിയായിട്ട് അല്ലെങ്കിൽ യാന്ത്രിക ഊർജ്ജമായിട്ട് മാറി. അപ്പോൾ മൂന്നാമത്തെ ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ജനറേറ്ററുണ്ട്. ആ ജനറേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടർ മൂവുമ്പോൾ കറണ്ട് ആവുന്നു. അപ്പം 4ാമത്തെ മാറ്റത്തിലാണ് വെള്ളത്തിനെ നമ്മൾ തീയായിട്ടും വെളിച്ചമായിട്ടും എല്ലാമായിട്ടും വരുന്ന 4ാമത്തെ മാറ്റത്തിലാണ് നമുക്ക്. ഇപ്പം നമുക്ക് വിശക്കുമ്പം കുറച്ച് പേരൊക്കെ പ്രകൃതിശീല സോമനപ്പണക്കുള്ളവരൊക്കെ ചെന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് എനിക്ക് വെച്ചാൽ പറയും ഒരെണ്ണമൊക്കെ വൈകുന്നേരത്തിനാണ്. പക്ഷേ എനിക്ക് രാവിലെ 2 ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടണം. ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെജിറ്റേറിയൻ വേണം, നോൺ വെജിറ്റേറിയൻ വേണം, എന്തെങ്കിലും വേണം. പക്ഷേ 4 നേരവും ഈ പച്ചക്കറി ഒന്നും ജീവിക്കാൻ പറ്റുമോ? അന്നേരം ഞാൻ പറയും അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം ഉണ്ടോ? ഈ ജീവിതം ഒരിക്കലും എൻ്റെ വിൻസ്റ്റൺ ചർച്ചിൽ പണ്ട് പറഞ്ഞു 2ാം ലോകമായത്തെ കാലത്ത് അദ്ദേഹം ജയിച്ചപ്പോഴത്തേക്കും സഖേഷുകൾ ഡോക്ടർ പറഞ്ഞു, സാർ ഇതൊരു അങ്ങനെ ഈ ചുരുട്ടുവലി ഒന്ന് കുറയ്ക്കാമെങ്കിൽ 10 വർഷം കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 വർഷം കൂടെ ജീവിച്ചിട്ട് എന്താണോ കാര്യം ഡോക്ടറും ചോദിച്ചു. അപ്പം ആസ്വദിച്ച് ജീവിക്കണം, പക്ഷേ അത് നാളത്തേക്കൂടെ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ പിന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സാധാരണ കേരളത്തിൽ മറ്റുള്ളത് എനിക്കറിയില്ല 11 കിലോവാട്ടുള്ള വൈദ്യുതിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വൈദ്യുതിയെ പവർ ഹൗസിനടുത്ത് തന്നെ ട്രാൻസ്ഫോമർ, വലിയ പവർ ട്രാൻസ്ഫോമർ പറയും, അവിടെ നിന്ന് ട്രാൻസ്മിഷൻ ലൈൻ പോലെ പ്രസന്ന ലൈൻ പോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുന്ന ഓരോരുത്തരും അത് അങ്ങനെ വരുമ്പോൾ അത് ഇപ്പം 400 kV സബ്സ്റ്റേഷൻ വരെയുണ്ട്. വലിയ ടവറൊക്കെ പോകണമാണ് അവർ. അപ്പം ആദ്യകാലത്ത് 66, 110, 200, ഇപ്പം 400 പിന്നെ അത് 700 വിളിപ്പോ. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ മുഴുവൻ തെറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 33 kV വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗവർണറിൻ്റെ പടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു ഭാഗമായിട്ട് നമ്മൾ ഓരോ ഉപഭോക്താവും അല്ലെങ്കിൽ ഓരോ ഈ തൊഴിൽ മേഖലയിൽ പങ്കെടുത്തവർ വരണം. അത് എത്തുമ്പോഴത്തേക്കും നമ്മൾ സമ്പൂർണ്ണരാകും എന്ന് പറഞ്ഞാൽ പിടിച്ചു നീക്കും. അതിനാണ് ഇത്തരമുള്ള ജനറൽ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്.